നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ കയാഡോ 35 ലക്ഷം രൂപ വാങ്ങിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നടപടി. പണമില്ലാത്തവൻ പിണമാണ് ഔസേപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ. ടാസ്മാക് കേസിൽ ഇഡി റെയ്ഡിൽ പിടിക്കപ്പെട്ട വ്യക്തികൾ അവരുടെ പേര് വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. ഒറ്റ വാക്ക്, ഒരു 12 കോടിക്ക് നിങ്ങൾ എനിക്ക് തരൂ. നിങ്ങളെപ്പോലെ ഒരാട് ചോദിച്ചാൽ എങ്ങനെ നോ പറയാ? താൻ കയാഡോ 35 ലക്ഷം രൂപ വാങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. പൈസ കിട്ടിയ നീ എന്തും ചെയ്യോടാ? ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. ഫിക്സ്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ താരം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണെന്നാണ് സൂചന. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ടാസ്മാക് അഴിമതിയുമായി ബന്ധപ്പെട്ട് നടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണം. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ പണിക്ക് പോവോ? ഇതൊരു അസാമാന്യ പ്രതിഭയാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മദ്യവിൽപ്പന കമ്പനിയായ ടാസ്മാക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയാണ് ടാസ്മാക് അഴിമതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വരും. നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം.